സർ, കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായിരുന്നു. നടൻ മമ്മൂട്ടി വയനാട് സിപിഎം ജില്ലാ സെക്രട്ടറിയെ അപമാനിച്ചു എന്നും ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. പക്ഷേ ശേഷം മമ്മൂട്ടി നേരിട്ട ഒരു ടൈപ്പ് ഓഫ് സൈബർ ആക്രമണമുണ്ട്. അത് അതിഭീകരമായിരുന്നു. മമ്മൂട്ടിയുടെ കരിയറിനെ, പേഴ്സണൽ ലൈഫിനെ പോലും, എന്തിന് മമ്മൂട്ടിക്ക് വന്ന അസുഖത്തെ കുറിച്ച് പോലും പരാമർശിച്ചുകൊണ്ടുള്ള ഒരു തരം സൈബർ ആക്രമണം. അത് ഇതുവരെ കേരളത്തിൽ മറ്റു നടന്മാർക്ക് നേരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയേറെ സ്വകാര്യമായി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറിക്കൊണ്ടുണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. എന്തുകൊണ്ടായിരിക്കാം ഈ രീതിയിൽ ഒരു സൈബർ ആക്രമണം മമ്മൂട്ടി നേരിടേണ്ടി വന്നത്? ഇതില് കാര്യമായിട്ട് ഈ വിഷയം പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ രണ്ട് മഹാനടന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും. ഇത് ശരിക്കും കിട്ടേണ്ട ആള് മോഹൻലാലാണ്. ഇപ്പൊ ഈ കിട്ടിയ സൈബർ ആക്രമണം എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഞാൻ പറയുന്നത്. കാരണം മമ്മൂട്ടി വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്ന ഒരാളാണെന്നാണ് ഞാൻ പല ഇൻസിഡൻസ് ഉണ്ടായപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അനാവശ്യമായിട്ട് യാതൊരുവിധ നെഗോഷിയേഷൻസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിറ്റുവേഷൻസോ മമ്മൂട്ടി നോർമലി ഉണ്ടാക്കാറില്ല. എന്നാലും മമ്മൂട്ടി പരസ്യമായിട്ട് ഒരു പാർട്ടിയുടെ ആളാണെന്ന് ധൈര്യപൂർവ്വം പറഞ്ഞ് ആ പാർട്ടിയുടെ ചാനലിന്റെ ചെയർമാനായി നടക്കുമ്പോൾ പോലും അദ്ദേഹം യാതൊരുവിധ കോൺട്രവേഴ്സിക്കും സാഹചര്യം ഉണ്ടാക്കാറില്ല, ചാൻസ് കൊടുക്കാറില്ല. എന്നാൽ മോഹൻലാൽ അങ്ങനെയല്ല. ഇപ്പോ അടുത്ത കാലത്ത് അദ്ദേഹം ഒരു സിനിമ തന്നെ ഇറക്കി, എമ്പുരാൻ. അത് ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ഇവിടെയുള്ള ദേശീയവാദികള്, സ്നേഹികള് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഇറങ്ങി. സത്യത്തിൽ ആ സിനിമ സെൻസർ ബോർഡ് സെൻസർ ചെയ്തിട്ടോ എന്ന് വരെ സംശയമുണ്ടായി. ഒരുപാട് ലഹളകൾ ഉണ്ടായി. അതിന്റെ ഫലമായിട്ട് ആ സിനിമ വീണ്ടും സെൻസർ ബോർഡ് വീണ്ടും റിവിഷൻ ചെയ്തു. ഒരുപാട് അതിന് സീനുകളൊക്കെ കട്ട് ചെയ്ത് ആ സിനിമ വീണ്ടും പ്രദർശിപ്പിക്കുകയുണ്ടായി. അപ്പോ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കോൺട്രവേഴ്സി, അങ്ങനത്തെ സംഭവങ്ങൾ. ഇപ്പൊ അമ്മയുടെ പ്രസിഡന്റ് ആവുക, അവിടെ ഒരുപാട് കോൺട്രവേഴ്സി, അവിടെ നടിമാരുമായിട്ട് വീണ്ടും ഒരുപാട്. അപ്പോ അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളിൽ അനാവശ്യമായിട്ട് തല വെച്ചു കൊടുക്കുന്ന ഒരാളാണ് മോഹൻലാൽ. പക്ഷെ മമ്മൂട്ടി അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. പക്ഷെ ഇന്നലെ ഞാൻ കണ്ട ഒരു കാര്യം, ഈ രണ്ട് മഹാൻ നടന്മാരെയും ഒരു PR വർക്കിന്റെ ഭാഗമായിട്ട് ഇപ്പോഴത്തെ ഭരിക്കുന്നവര് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആദ്യം മോഹൻലാലിനെ ഉപയോഗിച്ച് ചില ഷൂട്ടുകളൊക്കെ നടത്തി, ഇവിടെ എന്തൊക്കെ വീഡിയോകൾ ഇറക്കി, അത് നമ്മളെല്ലാവരും കണ്ടു. അത് അടുത്തതായിട്ട് മമ്മൂട്ടിയെ വെക്കുന്നു വേറെ രൂപത്തിൽ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നില്ല മമ്മൂട്ടി ഈ വയനാട്ടിൽ ഇത്ര പെട്ടെന്ന് ഇതിന് ആ വലിയ പ്രശ്നം ഉണ്ടായപ്പോ തന്നെ മമ്മൂട്ടി ആ ഭാഗത്ത് കൂടെ പോയെന്ന് എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പതാ അവിടെ കുറച്ച് വീടുകളൊക്കെ നിർമ്മിച്ചു, അതിന്റെ ഒരു അന്വേഷണം എന്ന നിലയ്ക്ക് അവിടെ പോകുന്നു. ആ സമയത്ത് എന്തൊക്കെ പറഞ്ഞാലും ഇത് ഭരണകൂടം പറഞ്ഞിട്ട് തന്നെയാണ് മമ്മൂട്ടി അവിടെ പോകുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ പോകുന്ന സമയത്ത് ആ ഭരിക്കുന്നവന്റെ പാർട്ടി ആരാണെങ്കിൽ ആ പാർട്ടിയുടെ ആൾക്കാരൊക്കെ ഒപ്പം ഇവിടെ ഉണ്ടാകുമെന്നതിനും യാതൊരു സംശയവുമില്ല. അങ്ങനെ കുറെ പരിപാടികളിൽ മമ്മൂട്ടി ഇങ്ങനെ പങ്കെടുക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഈ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും മറ്റുള്ള പ്രവർത്തകരും ഒക്കെ ഒപ്പം പോകുന്നുണ്ട്. അതൊക്കെ വീഡിയോയിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും പല വേദികളിലും അദ്ദേഹം പോകുന്നു, അവിടെയൊക്കെ സംസാരിക്കുന്നു, അവിടുത്തെ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നു ഒക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ 2, 3, 4 വേദി കഴിഞ്ഞിട്ടായിരിക്കാം, മുഴുവൻ വേദികൾ ഈ ചാനലിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു വേദിയിലെത്തിയപ്പോ മമ്മൂട്ടി അറിയാതെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയോട് ചോദിക്കുകയാണ്, നീ എന്തിനാ ആവശ്യമില്ലാതെ എപ്പോഴും എന്റെ പിന്നാലെ നടക്കുന്ന എന്തോ ഒരു ചോദ്യം. അത് ലൈവായിട്ട് എല്ലാവരും കണ്ടു. അത് അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു. അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് എല്ലാവരും കണ്ടതാണ്. ഇതാണ് അവിടെ ഉണ്ടായ ആകെയുള്ള ഒരു സംഭവം. അദ്ദേഹം ചിരിച്ച് അങ്ങനെ പിന്മാറണ മാതിരിയുള്ള വീഡിയോ കൊണ്ട് പിന്നീടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ നടൻ മമ്മൂട്ടിക്കെതിരെ ഈ വേണ്ടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഇത് സാധാരണ എല്ലാവർക്കും ഓരോ ഇൻസിഡൻസ് വരുമ്പോൾ സൈബർ ആക്രമണം ഉണ്ടാവാറുണ്ട്. അതിൽ പച്ച തെറി പറയാറുണ്ട്, കുടുംബത്തെ വലിച്ചിഴയ്ക്കാറുണ്ട്,
എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് വലിച്ചിഴക്കാറുണ്ട്, എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് വലിച്ചിഴക്കാറുണ്ട്. അങ്ങനെ എല്ലാ തരത്തിൽ ആ മനുഷ്യനെ, ഏത് വ്യക്തിയായാലും ആ അതായത് ഇത്രയും മോശമായി എങ്ങനെയൊക്കെ കാണിക്കണോ അത് അവിടെ കാണിക്കുന്ന സൈബർ ആക്രമണം. ഇതൊരു PR വർക്കാണ്, അല്ലാതെ ഇതൊന്നും കറക്റ്റായിട്ട് അഭിപ്രായം പറയുന്നവരല്ല. ഇതിനൊരു ഗ്രൂപ്പ് ഉണ്ട് PR ആയിട്ട് ഈ പണിക്ക് മാത്രം ഇരിക്കുന്നത്. അത് നമ്മളിപ്പോ ഒരു MLA കാര്യത്തിൽ നമുക്കറിയാം. ആ MLA ചെയ്ത വൃത്തികേടിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇതേ സൈബർ ഗുണ്ടകള് കാട്ടിക്കൂട്ടുന്ന വീരപരാക്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്നലെ അതേ MLAക്ക് വേണ്ടിയിട്ട് അവരുടെ എന്തോ ഒരു സമാപന യോഗം നടക്കുമ്പോ അവിടെ പോയിട്ട് പ്ലക്കാർഡ് പിടിച്ചിട്ട് ഈ സൈബർ ഗുണ്ടകള് അദ്ദേഹത്തിന് വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണം എന്ന് വരെ പറയാൻ ഇവർ തയ്യാറാണ്. അത്ര മാത്രമേ ഇതിന് കാണുള്ളൂ. പക്ഷേ ഒരു മഹാനടനാണ്, നമ്മുടെ എല്ലാവരുടെയും ഒരു അസറ്റാണ്. അദ്ദേഹം ആവശ്യമില്ലാത്ത ഒരു കോൺട്രവേഴ്സിക്ക് എവിടെയും പോകാറില്ല. എന്നിട്ടും ഒരു നല്ല കാര്യമായിട്ട് കാണുന്ന ഒരു സംഭവം അന്വേഷിക്കാൻ അവിടെ ചെന്ന് അതിന്റെ കുറച്ച് ഭാഗങ്ങളിൽ അദ്ദേഹം വിസിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു ചെറിയ ഇൻസിഡൻസിനെ പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ഈ ഗുണ്ട പണി നടത്തുന്ന, ഈ സൈബർ ആക്രമണം നടത്തുന്ന ഈ തരം ആൾക്കാരെ, ഇത് മാത്രമല്ല, നമ്മൾ യുദ്ധത്തിലും അത് കണ്ടതാണ്. ഈ യുദ്ധം, ഇന്ത്യക്ക് ഒരു റോളുമില്ല ഈ യുദ്ധത്തില്. യുദ്ധം അവിടെ നടക്കുന്നു, അതിന് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെയും ഒക്കെ വലിച്ചഴച്ചുകൊണ്ട് ഈ സൈബർ ഗുണ്ടകള് ഇവിടെ പറഞ്ഞു പരത്തുന്ന ഈ വൃത്തികേടുകള് ഒരു നിയന്ത്രിത നിയമം ഉണ്ടാക്കിക്കൊണ്ട് ഇവന്മാരെയൊക്കെ പിടിച്ച് അകത്താക്കാനുള്ള ഒരു കർശന നിയമം ഇവിടെ കൊണ്ടുവരണം. അവർക്ക് ഒരു വ്യക്തിയും പ്രാധാന്യമില്ല. മഹാനടനായാലും വേണ്ടില്ല, പ്രധാനമന്ത്രി ആയാലും വേണ്ടില്ല, അവർ അവരുടെ സ്വഭാവം പുറത്തെടുക്കുന്നു. അത്രമാത്രം നമ്മൾ അനുമാനിക്കുന്നുണ്ടോ? ഇതിനെ നിയന്ത്രിക്കാനായിട്ട് കർശനമായിട്ടുള്ള നിയമം ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇതിന് കർശനായ നിയമങ്ങൾ കൊണ്ടുവന്ന് അവരെ പിടിച്ചു ഇപ്പോ ജയിലിലൊക്കെ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലും ഇത്തരത്തില് അനാവശ്യമായ ചാലഞ്ചുകളും വെല്ലുവിളികളും വൃത്തികേടുകളും കുടുംബത്തെയും സമൂഹത്തെയും പറയുന്ന ഇത്തരം ആൾക്കാരെ, അതേ നുണ പറഞ്ഞുകൊണ്ട് പറഞ്ഞു പരത്തി സമൂഹത്തിൽ, ദേശത്ത്, രാജ്യത്ത് കലാപം ഉണ്ടാക്കാനായിട്ടുള്ള ഇത്തരം വ്യക്തികളെ മുഴുവൻ പിടിച്ചകത്താക്കാനുള്ള നിയമം കർശനമായി ഉടനെ നടപ്പാക്കിയാലേ ഇത്തരത്തിലുള്ള ഈ മാനസിക പീഡനം, അദ്ദേഹം എന്ന മഹാനടന്റെ അദ്ദേഹം ഒരു അസുഖത്തിൽ നിന്നും ഇപ്പൊ തൽക്കാലം അതൊക്കെ ഒരു ഭേദമായി വീണ്ടും പുറത്തു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് നേരെ ഈ ആക്രമണം നടത്തിയവരെ മുഴുവനായി തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് എനിക്ക് പറയാനുള്ളൂ. യെസ്. എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ ഈ വിധത്തിലുള്ള ഒരു സൈബർ ആക്രമണം മമ്മൂട്ടിയെ പോലെ ഒരു നടനോട് വേണ്ടിയിരുന്നോ എന്നതാണ് ചോദ്യം. പക്ഷേ അതിന് മാത്രം അദ്ദേഹം എന്താണ് ചോദിച്ചത് എന്നതാണ്. റഫീഖ് എന്നാണ് CPM വയനാട് ജില്ലാ സെക്രട്ടറിയുടെ പേര്. അദ്ദേഹത്തോട് നിങ്ങൾ എന്തിനാണ് എപ്പോഴും എന്റെ കൂടെ നടക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് ആളുകൾ കരുതില്ലേ എന്നൊരു ചോദ്യമാണ്. സ്വാഭാവികമായും അതവിടെ ഉയർന്നു കേൾക്കേണ്ടുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഒരു പാർട്ടി പരിപാടിയിലേക്ക് താൻ പങ്കെടുക്കാൻ വന്നതല്ലേ എന്ന പാർട്ടി സെക്രട്ടറിക്കൊപ്പം കാണുമ്പോൾ ആളുകൾക്ക് തോന്നില്ലേ എന്നത് തികച്ചും ന്യായമായ സ്വാഭാവികമായ ഒരു ചോദ്യം തന്നെയാണ്. പക്ഷേ അതിനെ വെട്ടുകിളിക്കൂട്ടം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു ടീമുണ്ട്. അവരെത്തി വളരെ അപഹാസ്യമായ രീതിയിലാണ് മമ്മൂട്ടിക്കെതിരെ സംസാരിച്ചത്. വലിയൊരു സൈബർ ആക്രമണം തന്നെയാണ് സോഷ്യൽ മീഡിയകളിൽ മമ്മൂട്ടിക്കെതിരെ ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം റഫീഖിനെ വിളിച്ച് അപമാനിച്ചതായി കണക്കാക്കേണ്ടതില്ല എന്ന് പറയുന്നിടത്ത് വരെ ആ കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചു എന്നുള്ളതാണ്. അത് മമ്മൂട്ടിയുടെ മാന്യത. അത്രയേറെ എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ കേരളം ലോകം മുഴുവൻ ആദരിക്കുന്ന അത്രയേറെ ഒരു മഹാനടനായതുകൊണ്ടും ആ എളിമയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം റഫീഖിനോട് ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചത്. പക്ഷേ ഈ രീതിയിൽ CPM-ലെ പാർട്ടിക്കകത്തുള്ള ഒരാളെ തൊട്ടോ അല്ലെങ്കിൽ ഒരാൾക്കെതിരെ പറഞ്ഞോ, അത് നടനായാലും ആരായാലും ഈ രീതിയിൽ പ്രതികരിക്കുമെന്ന ചില ആളുകളുടെ, അല്ലെങ്കിൽ ജയശങ്കർ സാർ സൂചിപ്പിച്ചതുപോലെ PR വർക്ക് നടത്തുന്ന, PR വർക്കിന്റെ ഭാഗമായിട്ട് വെക്കിയ ചില ആളുകളുടെ തോന്നലുകളാണ് ഇത്രയും വലിയൊരു സൈബർ ആക്രമണത്തിന് ഇടവച്ചത്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.